ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല, ഇന്നൊരു ജ്യൂസ് ഉണ്ടാക്കാം. നമുക്കൊരു ഹെൽത്തി ജ്യൂസ്. നല്ല കൊതുവുണ്ട് കേട്ടോ ഇവിടെ. നമുക്കൊരു ഹെൽത്തി ജ്യൂസ് ഉണ്ടാക്കാം. നോർമൽ എല്ലാവരും ചെയ്യുന്നൊരു ജ്യൂസാണ് ABC ജ്യൂസ്. സോ നല്ല ജ്യൂസാണ് കേട്ടോ. അപ്പം നമുക്കതിന് വേണ്ടത് അത് തന്നെയാണ് ഞാനിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ അടക്കി ഇവൻ തുറക്കും. ഓക്കെ, നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് വേറെ ഒന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നൊരു ജ്യൂസ്. നമുക്ക് കടയിൽ പോയാലും ഇത് വാങ്ങിയാൽ കിട്ടും. നമുക്ക് വേണ്ടത് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. നമുക്ക് വേണ്ടത് ക്യാരറ്റ് വേണം. ഇതിന് ഞാനൊരു 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു വലിയ ക്യാരറ്റും 2 ചെറിയ ക്യാരറ്റും. പിന്നെ നമുക്ക് 2 ബീറ്റ്റൂട്ട് വേണം. കണ്ടോ, എനിക്ക് ബീറ്റ്റൂട്ടിൻ്റെ ചവപ്പ് ഇഷ്ടമല്ല, സോ അതുകൊണ്ടാണ് 2 എടുത്തത്. ബീറ്റ്റൂട്ടിൻ്റെ ചവപ്പ് പൊതുവെ ആർക്കും ഇഷ്ടമല്ല. നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ബീറ്റ്റൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് കഴിക്കാനായിട്ട്, അല്ലാതെ എനിക്ക് ഈ ബീറ്റ്റൂട്ടിൻ്റെ ചവപ്പ് ഇഷ്ടമല്ല. പിന്നെ നമുക്കൊരു ആപ്പിൾ വേണം, ഒരു ജിഞ്ചർ വേണം. ഇതാ, നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ജ്യൂസിന് വേണ്ടത്. കട്ട് ചെയ്തെടുക്കാം. ഞാൻ ആപ്പിളിൻ്റെ തൊലി എടുക്കും. തൊലി പൊതുവെ എടുക്കാറില്ല, പക്ഷേ ഇത് ഞാൻ കട്ട് ചെയ്തപ്പോൾ തന്നെ തൊലിയും കൂടെ ഇളവി വരണം. പിന്നെ ഞാൻ വെച്ചത് അങ്ങ് കട്ട് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. ഞാൻ പൊതുവേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ രാമചന്ദ്രൻ എന്നാണ് പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. വെള്ളയമ്പലത്തെ രാമേന്ദ്രൻ എന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇവിടെ കൊടപ്പനക്കുന്നുള്ള രാമേന്ദ്രയിലും എനിക്ക് സാധനങ്ങൾ കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ചില കാര്യങ്ങൾ കിട്ടും, ചില കാര്യങ്ങൾ എനിക്ക് കിട്ടാറില്ല. ഈ റാഗി കൊടപ്പനക്കുന്നുള്ള രാമേന്ദ്രൻ എനിക്ക് കിട്ടാറില്ല. അപ്പോൾ ഞാൻ അത് കിട്ടാത്തതുകൊണ്ട് വെള്ളയമ്പലത്തെ രാമേന്ദ്രൻ പോകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും 2 രാമേന്ദ്രയിൽ നമുക്ക് അവൈലബിൾ അല്ലായിരിക്കും കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ട് വെള്ളയമ്പലത്താണ് കൂടുതലും പോണത്. കാരണം മിക്ക കാര്യങ്ങളും എനിക്ക് വെള്ളയമ്പലത്തിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ പോയേ എല്ലാം വാങ്ങാറുള്ളൂ. ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൻ്റെ അടുത്തായാലും രാമേന്ദ്രൻ ഉണ്ട്, എൻ്റെ വീടിൻ്റെ അടുത്തായാലും രാമേന്ദ്രൻ ഉണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം പോകാൻ അട്ടക്കുളങ്ങര രാമേന്ദ്രൻ എന്തോ. പക്ഷെ ഞങ്ങൾ പണ്ട് എപ്പോഴും പോയായിരുന്നു. പാർക്കിംഗ് സൗകര്യങ്ങളൊന്നുമില്ല. പിന്നെ പാർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങ് ദൂരെ കൊണ്ടുപോയി പാർക്ക് ചെയ്യണം. അതുകൊണ്ട് ഞാൻ പിന്നെ അട്ടക്കുളങ്ങര പോകും. പക്ഷേ അട്ടക്കുളങ്ങര പോകാറില്ല. ഇത് കട്ട് ചെയ്യാം. ഞാൻ ഫിംഗർ ക്യാപ്പ് ഇല്ലാതെ കട്ട് ചെയ്യുന്നത് കേട്ടോ. ഞാൻ എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ് മുതൽ തന്നെ ഈ നമ്മൾ ഇപ്പോൾ ആപ്പിൾ കട്ട് ചെയ്തു. 5ാം ക്ലാസ് മുതൽ തന്നെ ഞാൻ ഈ ഫിംഗർ ഇല്ലാതെ പെട്ടെന്ന് കട്ട് ചെയ്യും. എന്ന് പറയുന്നത് എൻ്റെ അമ്മാമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അമ്മാമ്മ മീൻസ് പണ്ട് നമ്മളെങ്ങനെ പഠിപ്പിക്കുന്നത്, കല്യാണം കഴിഞ്ഞ് പോയാൽ വീട്ടിലെല്ലാം കുക്ക് ചെയ്യാൻ അറിയണ്ടേ, അങ്ങനെയല്ലേ എല്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ തന്നെയാണ് എന്നെ പഠിപ്പിച്ചത് കേട്ടോ. പെട്ടെന്ന് കട്ട് ചെയ്യും. ഞാൻ ക്യാരറ്റ് ചെത്തത്തില്ല കേട്ടോ. ഞാനിങ്ങനെ തൊലി ഇങ്ങനെ നോട്ടിങ്ങനെ എടുക്കും. കാരണം ചെത്തുമ്പോൾ എനിക്കെന്തോ ഒരു വൃത്തിയില്ലാത്തവരെ തോന്നും. ഞാൻ ഇങ്ങനെ തന്നെ ഇങ്ങനെ ചീകിയാണ് എടുക്കണത്. പിന്നെ ഞാനിതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിലെടുക്കാം. ഇത് പക്ഷേ നല്ലൊരു ജ്യൂസാണ് കേട്ടോ. ഞാൻ അല്ലാതെ പറയണല്ലേ, നല്ലൊരു ജ്യൂസാണ്. കാരണം എൻ്റെ കല്യാണ സമയത്ത് ഞാൻ ഡീറ്റോസ് വാട്ടർ എന്ന് പറഞ്ഞൊരു വെള്ളം കുടിക്കുമായിരുന്നു. അപ്പോൾ അതിൽ കൂടുതലും ഞാൻ ക്യാരറ്റും ബീറ്റ്റൂട്ട് അങ്ങനത്തെ സംഭവങ്ങൾ തന്നെയാണ് യൂസ് ചെയ്തിരുന്നതും. നമുക്ക് ഈ ആ ഒരു ടൈമിൽ ഞാനിങ്ങനെ ചൂട് വെള്ളത്തിൽ നമ്മൾ ചിയ ഞാൻ ഓൾറെഡി തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വയ്ക്കും. ചിയ സീഡ്, ബീറ്റ്റൂട്ട് അല്ലെങ്കിൽ ക്യാരറ്റ്, കുക്കുംബർ മസ്റ്റായിട്ട് ആഡ് ചെയ്യും. കുക്കുംബറും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് സ്കൂളിൽ ഡ്രിങ്ക് ആയിട്ട് കൊണ്ടുപോകും. വൈകിട്ടൊക്കെ ആകുമ്പോൾ ഒരു ചളിപ്പ് ഫീൽ, എനിക്കൊണ്ട് ചീയയൊക്കെ ചളിക്കുമെന്ന് തോന്നുന്നു, ചളിപ്പ് ഫീൽ ചെയ്യും. പക്ഷെ ആ ഒരു വെള്ളം കുടിച്ചാൽ നല്ലൊരു വെയിറ്റ് ലോസ് നമുക്ക് കിട്ടും. നല്ല വെയിറ്റ് ലോസ് കിട്ടും, നല്ലതായിട്ട് നമ്മളെ സ്കിന്ന് മാറും. മാരേജ് സമയത്തിൻ്റെ സ്കിന്നിന് നല്ല മാറ്റം. ഞാൻ ആ ടൈമിൽ ഇതുപോലെ ABC ജ്യൂസ്, ഷുഗർ ഇല്ലാത്ത ഫുഡ്, ഷുഗർ കട്ടൊക്കെ ആയിരുന്നു കല്യാണ സമയത്ത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ചെന്നൈയിൽ നിന്ന് ജോലി നിർത്തി വന്ന സമയത്ത് എനിക്ക് ഏകദേശം 76 കിലോയോളം വെയിറ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ എൻഗേജ്മെൻറ്റിന് ഞാൻ കുറച്ച് ഫുഡൊന്നും കണ്ടോളൂ, നടന്ന് ഒരു ചെന്നൈയിൽ നിന്ന് വന്നിട്ട് ഏകദേശം എത്രയോ മാസം കഴിഞ്ഞ് എൻ്റെ നിശ്ചയിപ്പ് വരുന്നത്. ആ ഒരു 7-8 മാസം കൊണ്ട് ഒരു 4-5 കിലോ വരെ എനിക്ക് കുറയ്ക്കാൻ പറ്റില്ല. ഞാൻ നടന്നാണ് അത് ഫുള്ള് കുറച്ചത്. പക്ഷേ ഞാൻ പ്രോപ്പറായിട്ട് ഷുഗർ കട്ടും എക്സസൈസും കാര്യങ്ങളൊക്കെ എൻഗേജ്മെൻറ്റ് അതിൻ്റെ ഫോളോ ചെയ്യാറുണ്ട്. പിന്നെ ഷുഗർ കട്ട് ചെയ്യുമായിരുന്നു. പിന്നെ അത്രയ്ക്ക് ഷുഗർ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ബൂസ്റ്റ് ചായ വാങ്ങിച്ചു കുടിക്കും. നമ്മുടെ മലബാർ ബൈറ്റ്സ്
മലബാർ ബൈറ്റ്സിൽ നിന്ന് ഞാൻ ബൂസ്റ്റർ ചായ വാങ്ങിച്ചു കുടിക്കും. അതും ഷുഗർ ഇല്ലാതെ വാങ്ങിച്ചു കുടിക്കും. നമ്മൾ ക്യാരറ്റ് കട്ട് ചെയ്ത് കേട്ടോ. നമ്മളിപ്പം ആപ്പിളും ക്യാരറ്റും കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇനിയും നമുക്ക് കട്ട് ചെയ്യാം. ഇതിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കും ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ബോറടിക്കുമെങ്കിൽ സ്കിപ്പ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ പൊതുവെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞോടെ നടക്കും. പിന്നെ ജോലിയുണ്ട്, പിന്നെ സ്കൂളിലും കൂടെ ഉണ്ട്. പിള്ളേരെ കൂടെ ശരിക്കും ഓടേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരെ കൂടെ ഓടണോണ്ട് തന്നെ കുറേ വെയിറ്റ് അങ്ങനെ കൊണ്ട്. പിന്നെ നമുക്ക് ഡാൻസും ഫെസ്റ്റും കാര്യങ്ങളുണ്ട്, കുറേ ഡാൻസ് കളിക്കുന്നുണ്ട്, അങ്ങനെ കുറയും. പക്ഷെ അല്ലാതെ ഞാൻ മാക്സിമം ഷുഗർ കട്ട് ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഡ്രിങ്ക്സ്, ജ്യൂസുകൾ മേടിച്ചു. ജ്യൂസ് ഇപ്പം പൈനാപ്പിൾ, ഓറഞ്ച്, പിന്നെ ഇതുപോലത്തെ ABC ജ്യൂസ്, പിന്നെ വീട്ടിൽ ഇതുപോലെ മുസമ്പി, ഓറഞ്ച്, പപ്പായ. അനിയനും ആ സമയത്ത് ഡയറ്റായിരുന്നു. സോ അവൻ്റെ സാധനങ്ങളും ഞാൻ കട്ടുപിടിക്കുമായിരുന്നു. അങ്ങനെ അതിൻ്റെ പേരിൽ കുറേ അടിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഡയറ്റ് ഞാൻ നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്നു. അങ്ങനെ എൻ്റെ കല്യാണ സമയത്ത് ഞാൻ ഏകദേശം 72 ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് എൻ്റെ വെയിറ്റ് 58 അത്രയും ഞാൻ എൻ്റെ വെയിറ്റ് കുറച്ചു. അപ്പം ഇപ്പം പ്രഗ്നൻസി ഇത് നമുക്കറിയാം 10 കിലോളൊക്കെ വെയിറ്റ് വെക്കുമെന്ന് നമ്മൾ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത്. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് 58 കിലോ ആയിരുന്നു. 58 പിന്നെ ഛർദിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തുകൊണ്ട് ഇഞ്ചിയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യണം. ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഏകദേശം 55 കിലോളം കുറഞ്ഞിട്ടാണ്. പിന്നെ പ്രസവിക്കാൻ പോയപ്പം എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് പഴയ സെയിം വെയിറ്റിലോട്ടായി ഗൈസ്. പഴയ സെയിം വെയിറ്റ് എന്ന് പറയുന്നത് 75 കിലോ ആയിരുന്നു. ഞാൻ അമ്പിയെ പ്രസവിക്കുമ്പോൾ 75 കിലോ ആയിരുന്നു. പിന്നെ എനിക്ക് അത് കഴിഞ്ഞിട്ട് 3 മാസമൊക്കെ ആയപ്പോഴേക്കും നല്ല വെയിറ്റ് വെച്ചു. 80 വരെ എനിക്ക് വെയിറ്റ് പോയുള്ള പ്രസവിച്ച ശേഷം. കാരണം എനിക്ക് ഭയങ്കര ക്രേവിങ്സും കാര്യങ്ങളും. പ്രഗ്നൻ്റ് ആയ സമയത്ത് ക്രേവിങ്സ് ഇല്ലായിരുന്നു. അന്വി ആയ സമയത്ത് നല്ല ക്രേവിങ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ വെയിറ്റ് വെച്ചു. 80 കിലോയോളം പോയി. പിന്നെ അവിടെ നിന്ന് വീണ്ടും ഡയറ്റൊക്കെ എടുത്തു. 75 കിലോയൊക്കെ ആക്കി. എന്നാലും അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ വർക്ക് ഫ്രം ഹോമും കൂടെ ചെയ്യുന്നതോടെ നമുക്ക് അധികം ബോഡി എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ജിമ്മിൽ പോകുന്നത് ഇപ്പം ഞാൻ എന്തായാലും നോക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ അതുകൊണ്ടാണ് പുറത്തോട്ട് ജോലി നോക്കി ഇപ്പോൾ നടന്നൊക്കെയാണ് വരെയൊക്കെ ചെയ്യുമ്പോൾ അത്രയും വെയിറ്റ് കുറയുമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ എന്തായാലും ഇത് കട്ട് ചെയ്തു കേട്ടോ. കട്ട് ചെയ്ത് നമ്മളുടെ ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്, ജിഞ്ചർ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തു. ഇതിപ്പോൾ കട്ട് ചെയ്യാൻ മറന്നു. കുട്ടി ക്യാരറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഭംഗിയൊന്നും നോക്കി കട്ട് ചെയ്യേണ്ട, വെട്ടിപ്പറക്കി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചത്. കാരണം ഇത് ജ്യൂസറിൽ പോകുമ്പോൾ ജ്യൂസായിട്ടാണ് വരുന്നത്. അതിൽ ഇനി എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് മധുരത്തിനായിട്ട് ഹണിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ജ്യൂസറിലിട്ട് ജ്യൂസാക്കിയിട്ട് വരാം. അപ്പം ഞാനിത് മേബി ചിലപ്പോൾ 2-3 ദിവസത്തേക്കൊക്കെ അടിച്ചു വയ്ക്കും ഫ്രിഡ്ജിൽ. എന്നിട്ട് അപ്പം ഞാൻ ജ്യൂസ് ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കേട്ടോ, എനിക്ക് ഇത്ര ജ്യൂസേ കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഇത്ര കിട്ടും. നമുക്ക് കുറേ കുടിക്കരുത്. ബീട്രൂട്ട് കുറേ കുടിച്ചാൽ അതിൻ്റേതായ ദോഷങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ കുടിക്കരുത്. ജസ്റ്റ് കുറച്ചൊരു ഗ്ലാസ്സിൽ ഡെയിലി കുടിച്ചാൽ മതി. കുഞ്ഞൊരു ഗ്ലാസ്സിൽ ഡെയിലി മോർണിംഗ്. ഇപ്പോൾ ഞാൻ മോർണിംഗ് എണീക്കുമ്പോൾ തന്നെ വെറും വയറ്റിൽ നമ്മുടെ ജീരകവും ഉലുവയും കൂടി ഇട്ടൊരു വെള്ളം കുടിച്ചിട്ടായിരിക്കും ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അങ്ങനെ ഞാനിപ്പോൾ ഇത് മെയിനായിട്ട് ജ്യൂസ് ആക്കാൻ കാരണം എനിക്കിപ്പോൾ വർക്കിന് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കുടിച്ചിട്ട് പോകാനാണ്. അപ്പോൾ ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒന്ന് കുടിച്ചാൽ മതി കേട്ടോ. എനിക്ക് ക്യാരറ്റിന് ഇത്രയും ക്യാരറ്റിനും കൂടെ എനിക്ക് 50 എത്രയായുള്ളൂ. ബീട്രൂട്ട് 45 സംതിങ്. ആപ്പിൾ എനിക്ക് 147 ആയി. കാരണം 3-4 ആപ്പിൾ എടുത്തു. കുഞ്ഞിനും കൂടെ ഞാൻ ആപ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിത് ഇതുപോലത്തെ ഒരു ബോട്ടിൽ, ഇതിപ്പോൾ ഞാൻ അക്വാഫനയുടെ നോർമൽ 20 രൂപയുടെ ബോട്ടിലാണ് ഇതാക്കിയത്. ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കും. ഇതിലാക്കിയാൽ മതി. പിന്നെ ഇതിൽ എക്സ്ട്രാ ആയിട്ട് ഞാൻ തേൻ ആഡ് ചെയ്തു. കുറച്ച് തേനും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇങ്ങനെ കുലുക്കിയാണ് ഞാൻ വെച്ചേക്കുന്നത്. കണ്ടോ, തേൻ എല്ലായിടത്തും എത്തട്ടേന്ന് ചോദിച്ചാൽ നല്ല രീതിയിൽ കുലുക്കി ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ബീട്രൂട്ടിൻ്റെ ചുവപ്പുണ്ടോയെന്നൊക്കെ. സത്യം പറയട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല എന്താ പറയുക, ഒരു ഇഞ്ചിയുടെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്, ആപ്പിളിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. നാക്കൊക്കെ ചുവന്നാ. പിന്നെ ഹണിയുടെ ആ ഒരു മധുരം വരുന്നുണ്ട്, ക്യാരറ്റിൻ്റെ മധുരമുണ്ട്.
ആ ഒരു ബീട്രൂട്ടിൻ്റെ ചവപ്പില്ല കേട്ടോ. അപ്പോൾ എല്ലാ അമ്മമാരും സ്കിന്നും ഹെൽത്തും ഒക്കെ റീഗെയിൻ ചെയ്യാൻ നോക്കുന്ന അമ്മമാരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഡ്രിങ്കാണ്, നിങ്ങൾക്ക് എന്തായാലും മാറ്റം ഉണ്ടാവും. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ജ്യൂസ് കുടിക്കുന്നത് കുറച്ചും കൂടെ ഈ ജ്യൂസൊക്കെ ആണെങ്കിൽ നമ്മൾ ഡെയിലി കുടിക്കാൻ നമുക്ക് കുറച്ചുകൂടെ ഷുഗർ ക്രേവിങ്സ് ഒക്കെ കുറഞ്ഞ് കിട്ടും. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ABC ജ്യൂസ്. സോ ബൈ, ബി ഹാപ്പി മമ്മീസ്, ബൈ.